അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് റിയാദി സ്വാലിഹീൻ്റെ ക്ലാസ്സാണ്. കഴിഞ്ഞ 3 ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് 4ാമത്തെ ക്ലാസ്സാണ്. 12ാമത്തെ ഹദീസ് തൊട്ടാണ് നമ്മൾ എടുക്കുന്നത്. 11 ഹദീസ് വരെ നമ്മൾ പാഠം എടുത്തു. 12ാമത്തെ ഹദീസ് നോക്കാം. വൻ അബി അബ്ബാസ് അബ്ദുല്ലാഹിബിനു അബ്ബാസിബിനു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീമാ യറൂ അൻ റബ്ബിഹി തബാറക വ തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റിപ്പോർട്ടിൽ പറയുന്ന ഹദീസ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുകയാണ്. കാല, നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ കതബൽ ഹസനാത്തി വസയ്യിയാത്തി സുമ്മ ബൈന ദാലിക. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല, കതബൽ ഹസനാത്തി വസയ്യിയാത്തി, നന്മകളെയും തിന്മകളെയും നിർണയിച്ചു. സുമ്മ ബൈന ദാലിക, നന്മകളെയും തിന്മകളെയും വിശദീകരിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു തആല നന്മകളെയും തിന്മകളെയും നിർണയിക്കുകയും വിവരിക്കുകയും ചെയ്തു. ഫമൻ അമ്മ ബി ഹസനത്തി ഫലം യഅമൽഹ കതബല്ലാഹു തബാറക വ തആല ഇൻദഹു ഹസനത്തൻ കാമില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വമൻ ഹമ്മ, വല്ലവരും ഉദ്ദേശിച്ചു, ബി ഹസനത്തി, നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ഫലം യഅമൽഹ, നന്മ ചെയ്തതുമില്ല, എന്നാൽ കതബല്ലാഹു വ തബാറക വ തആല ഇൻദഹു ഹസനത്തൻ കാമില, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ഒരു പൂർണ്ണ നന്മയായി രേഖപ്പെടുത്തും. ആരെങ്കിലും ഒരു നന്മ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചു, അത് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ അതൊരു പൂർണ്ണ നന്മയായി രേഖപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വൈൻ ഹമ്മ ബിഹ ഫഅമിലഹ കതബല്ലാഹു അശറ ഹസനാത്തി ഇലാ സബീമ ലിഫി ഇലാ അൽആഫി കസീറ. ഇനി ഒരുത്തൻ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ആ നന്മ ചെയ്യുകയും ചെയ്തു, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല അതിന് ധാരാളം ഇരട്ടി പ്രതിഫലം കൊടുക്കും. 10 ഇരട്ടിയും അങ്ങനെ 700 ഇരട്ടി വരെ പ്രതിഫലം കൊടുക്കും. അപ്പോൾ നന്മ ഉദ്ദേശിച്ച നന്മ പ്രവർത്തിക്കുകയും ചെയ്തു, 10 മുതൽ 700 അതിലേറെയും ഇരട്ടിയായി പ്രതിഫലം നൽകപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. വൈൻ ഹമ്മ ബിസയ്യിഅത്തി ഫലം യഅമൽഹ കതബല്ലാഹു തആല ഇൻദഹു ഹസനത്തൻ കാമില. ഇനി ഒരുത്തൻ ആരെങ്കിലും ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, പക്ഷേ അവൻ ചെയ്തില്ല, കതബല്ലാഹു തആല ഇൻദഹു ഹസനത്തൻ കാമില, എന്നാൽ അത് പൂർണ്ണമായ നന്മയായി അല്ലാഹു രേഖപ്പെടുത്തും. വൈൻ ഹമ്മ ബിഹ ഫഅമിലഹ കതബല്ലാഹു സിയത്തു വാഹിദത്തു മുത്തഫഖു അലൈഹി. ഒരുത്തൻ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ആ തിന്മ ചെയ്യുകയും ചെയ്തു, എന്നാൽ അല്ലാഹു ഒരു തിന്മ മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ. അപ്പോൾ ഒരാൾ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, പക്ഷേ നന്മ ചെയ്തില്ല, അവനൊരു കൂലി ലഭിക്കുന്നു. നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ആ നന്മ ചെയ്യുന്നു, അതിന് 10 മുതൽ 700 അതിനേക്കാൾ ഇരട്ടി പ്രതിഫലം ലഭിക്കും. ഒരാൾ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അത് ചെയ്തില്ല, എന്നാൽ അത് ഒരു കൂലി ലഭിക്കുന്നു. തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അവൻ തിന്മ ചെയ്തു, അവൻക്ക് ഒരു തെറ്റിൻ്റെ ശിക്ഷ മാത്രമാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ധാരാളം നന്മകൾ ചെയ്തു തരുന്നുണ്ട്. ഇവിടെയൊക്കെ നിയ്യത്താണ് പ്രധാനം. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഇത് മുത്തഫഖു അലൈഹി, ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച ഹദീസാണ്. നിയ്യത്തുൽ മുഅ്മിനീൻ ഖൈറും ഫി അമലിഹി, അമലിനേക്കാൾ വലിയതാണ് നിയ്യത്ത്. ഇവിടെ
തന്നെ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു നന്മ ചെയ്തിട്ടില്ല എങ്കിലും പ്രതിഫലം ലഭിക്കുന്നു. നമ്മുടെ നിയ്യത്ത് നന്നാക്കിയാൽ അത് നമുക്ക് വലിയ മുതൽക്കൂട്ടാണ്. അമലുകൾ പൂർണ്ണമായി സ്വീകരിക്കണമെങ്കിൽ അത് നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇനി 13-ാമത്തെ ഹദീസ് നോക്കാം. വാൻ നബി അബ്ദിറഹ്മാൻ അബ്ദുല്ലാഹി ബിനു ഉമർ ബിനു ഖത്താബ് റളിയല്ലാഹു അൻഹുമാ. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിനു അൻഹുവിനെ തൊട്ട് നിവേദനം. കാല സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു. ഇൻതലക സലാസത്തു നഫരി മിമ്മൻ കാന കബിലിക്കും ഹത്ത. അങ്ങനെ രാത്രിയായ സമയത്ത് ഉറങ്ങാൻ ഒരു ഗുഹയിൽ പ്രവേശിച്ചു. ഫൻ ഹദറത്ത് സഹ്റത്തൻ മിനൽ ജബിലി ഫസദ്ദത്ത് അലൈഹിൽ ഓറ. അപ്പോൾ മലമുകളിൽ നിന്ന് ഒരു പാറ ഉരുണ്ടു വന്ന് അവരുടെ ഗുഹാമുഖം അടഞ്ഞുപോയി. പാറ ഉരുണ്ടു വീണ് ഗുഹയുടെ മുഖം അടഞ്ഞുപോയി. അവർക്കുള്ളിൽ നിന്നും രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല. വഖാലു ഇന്നഹു ലാ യുൻജീകും മിൻ ഹാദിഹി സഹ്റത്തു ഇല്ലാ അൻ തദുല്ലാഹ തആല ബിസ്സോലിഹി ഔമാലിക്കും. വഖാലു അവർ പരസ്പരം പറഞ്ഞു, ഇനി ഒരു വഴിയും ഇല്ലല്ലോ രക്ഷപ്പെടാൻ. ഇന്ന ഉലായൻജീകും മിൻ ആദിഹി സൊഹ്റത്തി ഇല്ലാ അൻ തദുല്ലാഹ തആല ബിസ്സോലിഹി ഔമാലിക്കും. ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയല്ലാതെ ഈ പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേറെ വഴിയും കാണുന്നില്ല. അവർ പരസ്പരം പറയുകയാണ്, നമ്മൾ ഇതിനുള്ളിലുള്ള കാര്യം പുറമേ ആർക്കും അറിയില്ല. ആ സങ്കടത്തിൽ കാല റജുലു മിൻഹു, അതിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കാനലി അബുവാനി ഷെയ്ഖാനി കബീറാനി വകുന്തു ലാ ഔബികു കബിലഹ അസ്വലാമാല ഫനാബി തൊലബി ഷജറത്തി യൗമൻ ഫലം ഉരിഹ അലൈഹിമാ ഹത്താമാമ. ആ മനുഷ്യൻ പറയുകയാണ്, അല്ലാഹുമ്മ അല്ലാഹുവേ, കാനലി അബുവാനി ഷെയ്ഖാനി കബീറാനി, എനിക്ക് വയോവൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. വകുന്തു ലാ ഉബിഫു കബിലഹ അഹ്ല വലാ മാല, ഞാൻ അവർക്ക് ഭക്ഷണം നൽകുന്നതിനു മുമ്പ് എൻ്റെ അടിമകൾക്കോ മക്കൾക്കോ നൽകാറുണ്ടായിരുന്നില്ല. ഫനാബി തൊലബു ഷജറ യൗമൻ ഫലൻ ഉരിഹി അലൈഹിമ ഹത്താമാമ. അങ്ങനെ ഒരു ദിവസം കന്നുകാലികളുടെ ഭക്ഷണം തിരഞ്ഞ് കുറേയധികം ദൂരത്ത് പോയി. അവർ രണ്ടുപേർ ഉറങ്ങുന്നതുവരെ എനിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. വഹലൈത ലഹുമാ അബൂക്കഹുമാ ഫൗജദത്തിഹിമാ നായിമൈനി, ഞാൻ പാല് കറന്നെടുത്തു, അവരെ സമീപിച്ചു, അവർ ഉറങ്ങിപ്പോയിരുന്നു. ഫകരിഹത്ത് അൻ അക്തുഹുമാ വാൻ ഔബിക്കു കബിലഹ അഹ്ലൽ മാല, അവരെ വിളിച്ചുണർത്തുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ അവർക്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് മക്കൾക്കോ അടിമകൾക്കോ കൊടുക്കുമായിരുന്നില്ല. ഫലബിസ്തു വൽ ഖദഹു അലാ യദീഹി അൻതളിറു ഇസ്തിഖാലഹുമാ ഹത്താ ബരിക്കൽ ഫജറു. അങ്ങനെ പാൽപാത്രവും കയ്യിൽ പിടിച്ച് അവരുണരുന്നതും കാത്ത് ഞാൻ അങ്ങനെ നിന്നു. പ്രഭാതം വരെ അവിടെ നിന്നു. വസ്സബീഹു യതളഅൗന ഇൻദ ഖദമി, വിശന്നു വലഞ്ഞ് കുട്ടികൾ എൻ്റെ കാലിൽ കിടന്ന് കരഞ്ഞു ഉറങ്ങി. വസ്തൈഖള ഫശരിബ അബൂക്കഹുമ, അങ്ങനെ പ്രഭാതമായപ്പോൾ ഉപ്പയും ഉമ്മയും ഉണർന്നു, അവർ പാല് കുടിച്ചു. അതിനുശേഷമാണ് റബ്ബേ ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തത്. അല്ലാഹുമ്മ ഇൻ കുൻത ഫഅൽത ദാലിക ഇബ്തിയാഹ വജീക ഫഫർരിജ് അന്നാ മാ നഹ്നു ഫീഹി മിൻ ഹാദിഹി സുഹ്റത്തി
അതിനുശേഷമാണല്ലോ ഞാൻ മക്കൾക്ക് ഭക്ഷണം വിളമ്പിയതും അടിമകൾക്കും മക്കൾക്കും കൊടുത്തത്. അല്ലാഹുവേ, നിന്റെ പ്രീതി കാംക്ഷിച്ച് നിന്റെ പ്രീതി ലക്ഷ്യം വെച്ചാണ് ഞാനിത് ചെയ്തത്. ഈ പാറ കാരണമായ ഈ വിഷമത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ എന്ന് അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്. ആ സമയത്ത് ഫൻഫറജത്ത് ഷൈഹ, ആ പാറ അല്പമൊന്നു നീങ്ങി. ലാ യസ്തതീഊനൽ ഖുറൂജ മിൻഹു, എങ്കിലും അതിലൂടെ പുറത്തു കടക്കാൻ കഴിയുമായിരുന്നില്ല. ചെറിയ ഒരു വിടവ് മാത്രമാണ്, പുറത്തു പോവാൻ കഴിയുമായിരുന്നില്ല. വഖാലൽ ആഖർ, രണ്ടാമൻ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നഹു കാനത് ലി ഇബ്നത അമ്മാ കാനത്ത് അഹബ്ബന്നാസി ഇലയ്യ. അല്ലാഹുവേ, എൻ്റെ പിതൃപുത്രി, എൻ്റെ ഉപ്പയുടെ സഹോദരി പുത്രി ഉണ്ടായിരുന്നു. അവളെ ഞാൻ ഏറ്റവും പ്രിയം വെച്ചിരുന്നു, വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നു. വഫി റിവായത്തിലഹുമ, മറ്റൊരു റിവായത്തിൽ ഇങ്ങനെയാണ്, കുൻതു ഹിബ്ബുഹ കഅശദമാ യുഹിബ്ബു റിജാലിൻ നശാ. ഞാൻ അവളെ സാധാരണ പുരുഷന്മാർ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് മറ്റൊരു റിവായത്തിലുള്ളത്. എന്തായാലും ഫാറത്തുഹാ അലാ നഫ്സിഹാ ഫംതനാത് മിന്നി. ഫറത്തുഹ, ഞാൻ ഉദ്ദേശിച്ചു, അലാ നഫ്സിഹ, അവളുടെ നഫ്സിനെ, അവളുമായി ബന്ധപ്പെടാൻ ഞാൻ ഉദ്ദേശിച്ചു. ഫംതനാത്ത്, പക്ഷെ അവൾ എന്നെ വിലങ്ങിക്കളഞ്ഞു. മിന്നി, ഏതുവരെ? ഞാൻ അവളോട് ബന്ധപ്പെടാൻ സാഹചര്യം ചോദിക്കുമ്പോൾ അവൾ അതിനെ അനുവദിച്ചില്ല. ഹത്താ മത്ത് ബിഹാ സനത്തും മിനസ്സിനീന ഫജാഅത്നി ഫഅസൈതഹാ ഇശ്രീന വമാ ദീനാരി അലാ അൻ തുഹല്ലി ബൈനി വബൈന നഫ്സിഹാ ഫഖാൽത. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവൾക്ക് സാമ്പത്തികമായ പ്രയാസമുണ്ടായപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നു. സാമ്പത്തിക പ്രയാസമുണ്ട്, അത് പരിഹരിക്കാൻ സ്വർണ്ണ നാണയം ചോദിച്ചു. ഞാൻ സ്വർണ്ണ നാണയം കൊടുക്കാം എന്ന് പറഞ്ഞു. അവളുടെ ശരീരം എനിക്ക് വിധേയമാക്കി തരണമെന്ന നിബന്ധനയിൽ സ്വർണ്ണ നാണയം കൊടുക്കാൻ തീരുമാനിച്ചു. ഫഫാൽത്ത്, അങ്ങനെ എനിക്ക് അവസരം ലഭിച്ചു. ഹത്താ ഇദാ ഖദർന അലൈഹ, അവളുമായി അവസരം ലഭിച്ചപ്പോൾ, വേറെ റിവായത്തിൽ ഫലമ്മാ ഫഅൽത്ത് ബൈന റിജ്ലൈഹ, അവളുടെ കാലുകൾക്കിടയിൽ ഇരുന്നപ്പോൾ എന്നാണുള്ളത്. ഒരു റിവായത്തിൽ കാലത്ത് ആ പെണ്ണ് പറഞ്ഞു, ബിത്തക്കില്ലാഹി വലാ തഫ്സിൽ ഹാത്തമ ഇല്ലാ ബിഹക്കിഹി. ബിത്തക്കില്ലാ, അല്ലാഹുവിനെ സൂക്ഷിക്കുക, അർഹമായ രീതിയിലല്ലാതെ എൻ്റെ കന്യകത്വം നഷ്ടപ്പെടുത്താതിരിക്കുക. അർഹമായ രീതിയിൽ നഷ്ടപ്പെടുത്താം, പക്ഷേ ഇത് അനർഹമായ രീതിയാണ്. ആ മനുഷ്യനോട് ഈ പെണ്ണ് പറയുകയാണ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇത് കേട്ടപ്പോൾ ഫൻസറഫത്ത് അൻഹാ വഹിയ അഹബ്ബുന്നാസി, ഞാൻ അതിൽ നിന്നും പിന്മാറി. ഏത് നിലയിൽ? വഹിയ അഹബ്ബുന്നാസി, അപ്പോഴും അവൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൾ തന്നെയാണ്. ഞാൻ അതിൽ നിന്നും പിന്മാറി. ഇലയ്യ വതറക്കത്ത് ദഹബദ്ദി ഔസൈതുഹ, ഞാൻ അവൾക്ക് നൽകിയതായ സ്വർണം അത് വിട്ടുകൊടുക്കുകയും ചെയ്തു. അത് തരണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽത ദാലിക ഇബ്തിയാഹ ഫജീക ഫഫരിജ് അന്നാ മാ നഹ്നു ഫീഹി. അല്ലാഹുവേ, ഞാനിത് ചെയ്തത് നിന്റെ പ്രീതി കാംക്ഷിച്ചു കൊണ്ടാണ്. അതിനാൽ ഞങ്ങൾ അകപ്പെട്ട ഈ പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഫൻഫറജത്ത് സൊഹ്റത്തു, ആ പാറ ഒരൽപ്പം കൂടി നീങ്ങി. പക്ഷേ അസ്സഹ്റ ഗൈറ അന്നഹും ലാ യസ്തതിഊനൽ ഖുറൂജ മിൻഹാ, ആ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുമായിരുന്നില്ല. ആ രൂപത്തിൽ മാത്രമേ നീങ്ങിയിട്ടുള്ളൂ. വഖാല സാലിസു, മൂന്നാമത്തെ ആള് പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നി ഇസ്തഖ്റജത്ത് അജ്റാഹ വഅതൈതു ഹിം
അജ്റഹും ഐറും റജുലി വാഹിദി. ഞാനൊരിക്കൽ ഏതാനും തൊഴിലാളികളെ ജോലിക്ക് ഏൽപ്പിച്ചു. കുറച്ചു തൊഴിലാളികളെ ഞാൻ ജോലിക്ക് ഏൽപ്പിച്ചു. അവരിലെല്ലാവർക്കും കൂലി കൊടുത്തു. അവരിൽ ഒരാൾ വേതനം വാങ്ങാതെ പോയി കളഞ്ഞു. തറക്കല്ലദീ ലഹു വദഹബ ഫസമ്മറത്ത് അജ്റഹു. അപ്പോൾ അതാ കൂലി വാങ്ങാതെ പോയ അദ്ദേഹം കൂലി വാങ്ങാതെ പോയി. പക്ഷേ ഞാൻ ആ വേതനം ഫസമ്മറത്ത് അജ്റഹു, ആ വേതനം മാറ്റിവെച്ചു. അതിനെ നല്ലോണം പോഷിപ്പിക്കുകയും ചെയ്തു. ഹത്താ കശറത്ത് മിൻഹുൽ അംവാൽ. മുതലുകളൊക്കെ സമ്പത്തായി പെരുകി. കുറേ മുതലായി. ഉദാഹരണം, ഒരാടായിരുന്നു എന്ന് വെക്കാം. എന്നിട്ട് ആ ആട് പെറ്റു പെരുകി ധാരാളമായിട്ട് വർദ്ധിച്ചു. വജാനി ബദൽഹീനി. വേതനം വാങ്ങാതെ പോയ ആ മനുഷ്യൻ അതാ തിരിച്ചു വരുന്നു. വക്കാല യാ അബ്ദില്ലാഹി അതിലയ്യ അജിരി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അന്ന് എനിക്ക് തരാനുള്ള കൂലിയില്ലേ, അത് എനിക്ക് തരൂ എന്ന് ആവശ്യപ്പെട്ടു. ഫഖുൽതു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുല്ലു മാ തറാ മിൻ അജ്രിക. അതാ ആ കാണുന്ന ഒട്ടകങ്ങളും പശുക്കളും എല്ലാം നിന്റെ കൂലിയാണ്. മിനൽ ലിബിലി വൽ ബക്കറ വൽ അനമി വർ റഫീഖി. ആ കാണുന്ന ഒട്ടകങ്ങളും ആടുകളും അടിമകളും ഒക്കെ നിന്റെ വേതനത്തിൽപ്പെട്ടതാണ്. ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു. ഫഖാല. അദ്ദേഹം പറഞ്ഞു, യാ അബ്ദല്ലാഹി ലാ തസ്തഹരിയൂ ബി. നിങ്ങൾ എന്നെ പരിഹസിക്കരുത് എന്ന് ആ മനുഷ്യൻ പറയുകയാണ്. ഫഖുൽതു. അപ്പോൾ ഞാൻ പറഞ്ഞു, ലാ അസ്തഹ്സിഉ ബിക. ഞാൻ നിന്നെ പരിഹസിക്കുക ഒന്നുമല്ല. ഫാദത്തി കുല്ലിഹി ഫസ്താഖഹു ഫലം യത്രികു മിൻഹു ശൈഅ. അപ്പോൾ അവൻ അതെല്ലാം കൊണ്ടുപോയി, ഒന്നുപോലും ബാക്കി വെക്കാതെ. എല്ലാം അദ്ദേഹം കൊണ്ടുപോയി. ഒരാടാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് സങ്കൽപ്പിക്കുക. അന്ന് കൂലിയായി നൽകിയത്. പിന്നീട് അതിനെ മാറ്റിവെച്ചു. അത് പെറ്റുപെരുകി ധാരാളമായി വർദ്ധിച്ചു. പിന്നെ അദ്ദേഹം വന്ന സമയത്ത് എല്ലാം നിൻ്റേതാണെന്ന് പറഞ്ഞു. ഒട്ടകമുണ്ട്, പശുക്കളുണ്ട്, ആടുകളുണ്ട്, അടിമകളുണ്ട്. അത് പറഞ്ഞപ്പോൾ അദ്ദേഹം കളിയാക്കരുത്, എന്നെ പരിഹസിക്കരുത് എന്ന് പറഞ്ഞു. പരിഹസിക്കുകയെല്ലാം എല്ലാം നിൻ്റേതാണെന്ന് പറഞ്ഞു. അദ്ദേഹം എല്ലാത്തിനെയും തെളിച്ചു കൊണ്ടുപോയി, ഒന്നും ബാക്കി വെക്കാതെ. അല്ലാഹുമ്മ ഇന്ന കുൻതു ഫഅൽത ദാലിക ഇബ്തിയാഹ വജ്ഹിക ഫഫറജ് അന്നാ മാ കുൻ ഫീഹി മിൻ ഹാദിഹി സുഹ്റത്ത്. അതുകൊണ്ട് അല്ലാഹുവേ, നിന്റെ പ്രീതി കാംക്ഷിച്ചു കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ അകപ്പെട്ട ഈ വിഷമത്തിൽ നിന്നും ഈ പ്രയാസത്തിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കണേ. ഫൻഫറജത്ത് സുഹ്റത്തോ ഫഹറജു യംശൂന. അപ്പോൾ ആ പാറക്കെട്ട് അല്പം കൂടി നീങ്ങി. അങ്ങനെ ആ ഗുഹയിൽ നിന്നും പുറത്തേക്ക് കടന്നു. ഓരോരുത്തരും ചെയ്തതായ സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു. ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത്, നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും നമ്മുടെ നിയ്യത്ത് നന്നാക്കണം. ഭക്തിയോടു കൂടിയായിരിക്കണം, ഇഖ്ലാസോടു കൂടിയായിരിക്കണം. എങ്കിലേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ആഹൃദേവാന അൽഹംദുലില്ലാഹി. നമ്മുടെ ഇൽമുകളൊക്കെ നാഫിയാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.